ഇന്നലെ വരെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വീടാണിത്. എന്നാൽ ഇന്നിത് ക്രൂരമായ കൊലപാതകം നടന്ന ഒരു വീടായി മാറിയിരിക്കുകയാണ്. ഈ വീട്ടിലെ ഗൃഹനാഥനായ സുരേന്ദ്രൻ പിള്ള ഭാര്യയായ സരസ്വതിയെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അവളെ മരുമോള് വിളിക്കുന്നത്. ആരുമില്ലായിരുന്നു, അവൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു, അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു. അന്നേരമാണ് പറയുന്നത്. അന്നേരം 9:30 ആയപ്പോൾ അവൾ പോയി. 10:30 ആയപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നീ ഇങ്ങോട്ട് വരണ്ട ഇപ്പോഴേ കുഞ്ഞിനെയും കൊണ്ട്, ഞാൻ നിൻ്റെ അമ്മയെ കൊന്നിട്ടേക്കുവാന്ന് പറഞ്ഞു. അയാൾ തന്നെ വിളിച്ച് പറയുന്നത്. എന്നാലും അപ്പോഴത്തേക്ക് ഇയാളിത് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഊഹം ഉണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ, ഇങ്ങനെ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിന്നെ വെട്ടിക്കൊല്ലും, അവളെ ഞാൻ വെട്ടിക്കൊന്നിട്ടേക്കുവാന്ന്. അപ്പോഴേ അത് കേട്ടപ്പോഴേ അവർ ഓടി വന്ന് നോക്കിയപ്പം അല്ല, അയാൾ ഇവിടെ ഇല്ല. അവർ വന്നപ്പോൾ അയാൾ ഇവിടെ ഇല്ല. അയാൾ സ്റ്റേഷനിൽ പോയി. കീഴടങ്ങുമായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അയാൾക്ക് ഒരു മാനസിക രോഗവും ഇല്ല എന്ന് പറയാൻ കാര്യം, ഇന്നലെ വൈകിട്ടും ഞങ്ങളിവിടെ ഒരു 6:30 വരെ ഞങ്ങളിവിടെ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു മാനസിക രോഗവും അയാൾക്കില്ല. അതിൻ്റെ പേരിൽ ഇനി ഇയാളെ വെറുതെ വിടാൻ ആ ഒരു കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത്, ഞങ്ങൾ ബന്ധുക്കൾക്ക് അറിയാവുന്നതിൻ്റെ അത്രയൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അയാൾക്ക് ഒരു മാനസിക രോഗവും ഇല്ല. മാനസിക രോഗം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഈ വീട്ടിൽ കാണിക്കുന്ന ഈ നാട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ ഈ വീട്ടിന് വെളിയിലോട്ട് ഒരു ഒച്ചപ്പാടോ ബഹളോ കേൾക്കാറില്ല. പിന്നെ ഇയാൾ എന്തിൻ്റെ അർത്ഥത്തിൽ ഇയാൾ മാനസിക രോഗിയാന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ആരും പറയാൻ പാടില്ല. ആരും ചാനലിൽ പോലും ആരും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ലേബലിൻ്റെ പേരിൽ അയാളെ വെറുതെ വിടാൻ പാടില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ട് അയാൾ ചെയ്തേക്കുന്നത്. ഒരു ഭാര്യമാരും ഭർത്താക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അത്ര ഒന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പറയത്തില്ല എൻ്റെ ഭർത്താവ് അടിച്ചതെന്ന്. ഇപ്പോഴും അവർക്ക് ഒരു ശകലം ശ്വാസം ഉണ്ടെങ്കിൽ അവർ പറയും എൻ്റെ ഭർത്താവ് ചെയ്തതല്ല എന്ന് പറയും. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. പ്രകോപനം 2 മാസം മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. അവരെ ഉപദ്രവിക്കുകയും എടുക്കുകയും ചെയ്തപ്പോൾ മരുമോള് ഫോണിനകത്ത് വീഡിയോ എടുത്ത് കാണിച്ചതുകൊണ്ട് മാത്രം അവരെ ഏൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഏൽക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് ആങ്ങളമാരോട് പറഞ്ഞ്, ഈ അമ്മയുടെ ആങ്ങളമാരോട് പറഞ്ഞപ്പം വലിയച്ഛനൊക്കെ വന്ന് ചോദിക്കാൻ വന്നതിൻ്റെ പേരിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നീ എന്നെ ഇന്നലെ പറഞ്ഞെന്ന് മരുമോളാ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ ഞാൻ ഓണത്തിന് എന്തോ പറഞ്ഞു, നിന്നെ ഞാൻ ഇനി അടിക്കത്തില്ല എന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണേ, അത് നിൻ്റെ വിജയമാണെന്ന് വെക്കണ്ടാന്ന്. അപ്പോൾ ഇയാൾ എന്നെ കരുതി കൂട്ടിയിരിക്കുന്ന ഒരു കാര്യം ഇത് ചെയ്യണം എന്നുള്ളത്. അയാൾക്ക് ഒരു മാനസിക രോഗവുമില്ല. മാനസിക രോഗമെന്ന് ആരും ദയവ് ചെയ്ത് പറയരുത്. പറഞ്ഞ് മദ്യപാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് മദ്യപാനം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ കോംപ്രമൈസിന് ശേഷം. ഇപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഇളയാടെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല സന്തോഷമായിട്ടിരുന്നു. ഇത് തന്നെ ഇവന്മാർക്കല്ലേ എഴുതരും. മാനസിക രോഗം ഒരിക്കലും മാനസിക രോഗമല്ല, അങ്ങനെയൊന്നും പറയില്ല. കാരണം വെച്ചാൽ മാനസിക രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് അറിയാം. ഒരു മാനസിക രോഗമില്ല പുള്ളിക്ക്. ഇന്നലെ വൈകിട്ട് കൂടെ ഞാൻ വൈകിട്ട് ഒരു അരമണിക്കൂറോളം പുള്ളിയെടുത്ത് സംസാരിച്ചിട്ടാണ് പോയതാണ്. ഒരു മാനസിക രോഗവും ഇല്ല. സംശയരോഗത്തിൻ്റെ പുറത്ത് സംഭവിച്ചതാണ്. 50 പുള്ളിക്കാരിക്ക് 60 വയസ്സിൽ മേലുണ്ട്. എനിക്ക് അല്ലല്ല ഒരു മാനസിക പ്രശ്നമല്ല. എന്നെ കെട്ടിക്കൊണ്ടുവന്ന കാലം തൊട്ട് ഈ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് സംശയരോഗമാണ്. സംശയരോഗത്തിൻ്റെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മർദ്ദിക്കുമായിരുന്നു. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല. വീണ്ടും ഒരു ചെറിയ വിഷയം ഉണ്ടാവും. അത് ഇവർ പുറത്താരോടും പറയത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം തലയിലെങ്ങാണ്ട് പുള്ളിക്കാരൻ എന്തോ വെച്ച് അടിച്ച് ഇവിടെ ഈ കടയിൽ വന്ന് നമ്മൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആരോ പറഞ്ഞ് സതി ഇതുപോലെ സർസയെ വെച്ച് എന്തോ വെച്ച് അടിച്ച് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഉറങ്ങി എന്തോ മണ്ണെണ്ണ വിളക്കിൻ്റെ കൂമ്പ് കൊണ്ടിട്ട് കയറിയതല്ലാതെ ചേട്ടൻ ചെയ്തേലെന്ന്. അപ്പോൾ അങ്ങനത്തെ ആളെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കേസ് പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെപ്പോഴും ഹസ്ബൻഡിന് സപ്പോർട്ടാണ്. ഇവരുടെ ഓവർ സപ്പോർട്ട് കാരണമാണ് ഇവർക്ക് ഇനി സംഭവിച്ചത്. 2 മാസം മൂത്ത മോന് നമ്മുടെ അടുത്ത് വേറെ വീട് വെച്ച് താമസം. ഇളയ മോൻ ഗൾഫിലാണ്. ഇളയ മരുമോളും 1 വയസ്സുള്ള കുഞ്ഞും ഈ വീട്ടിലുണ്ട്. അപ്പോൾ അവളാണ് ഈ സംഭവം ഇപ്പം പുറം ലോകത്തോട് പറഞ്ഞ് വീഡിയോ എടുത്ത് ഞങ്ങൾക്കെല്ലാം ഇട്ട് തരികയും നമ്മളെ അറിയിപ്പിക്കുകയും ചെയ്താണ് 2 മാസം മുമ്പ് ഇവിടെ വന്നത്. ഈ മരുമോളെ ഇവരെയും കൂടെ കൊണ്ടുപോകാനായിട്ട് വിടുന്നത്.
അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ചത്താലും വരത്തില്ല, എന്നെ ഇയാൾ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ട്, എന്നാലും കുട്ടികൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇവർ വന്നില്ല. പക്ഷേ അവർ ഭർത്താവ് എന്ത് പറയുന്നു അതാണ് അവരുടെ വേദവാക്യം. അവർക്ക് അതിനപ്പുറം ഒരു ലോകമില്ല. സുരേന്ദ്രൻപിള്ള മദ്യത്തിനടിമയോ മയക്കുമരുന്നിനടിമയോ ഒന്നുമല്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ പറയുന്നത്. എന്നാൽ വർഷങ്ങളായി ഇവർക്കിടയിൽ സംശയരോഗമുണ്ടെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ സംശയരോഗം തന്നെയാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എല്ലാവരും ഒരുപോലെ പറയുന്നു. ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം പാർവതി, കൊട്ടാരക്കര മീഡിയ.